ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മാർഗഴി തിരികെ എത്തുകയാണല്ലേ. നിങ്ങളെല്ലാം കണ്ടു കാണും. അപ്പൊ നമ്മുടെ രാധികാമ്മ നമ്മുടെ മാർഗഴിയോട് പറയുന്നുണ്ട്, ഇനി അനാർക്കലി അമ്മായിയും വേറെ ആരും മോന്റെ കാര്യത്തിൽ ഇടപെടത്തില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മാർഗഴി പറയുന്നുണ്ട്, അയ്യോ അനാർക്കലി അമ്മായി മാത്രമല്ല ഈ പറയുന്ന അമ്മായിയും ഇനി എന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ രാധികാമ്മ ശരി ശരി നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയുന്നുണ്ടേ. അതിനുശേഷം നമ്മുടെ രാധികയും വരണം പോയതിന് പിന്നാലെ നമ്മുടെ സത്യദാസ് നമ്മുടെ അനാർക്കലിയോട് പറയുന്നുണ്ട്, ഇനിയുള്ള ചേതൻ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു ഡീലിങ്ങിൽ രാധികേനെയും വരുണിനെയും ഏർപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവർ ഈ പറയുന്നത് നമ്മുടെ മാർഗഴി ഒളിഞ്ഞു നിന്നും കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിലെന്തോ കള്ളത്തരം ഉണ്ടെന്ന് നമ്മുടെ മാർഗഴിക്ക് മനസ്സിലായേ. അപ്പുറത്ത് നമ്മുടെ അജാസ് നമ്മുടെ ഗോവിന്ദിനോട് പറയുന്നുണ്ട്, അനാർക്കലി ഏത് ശത്രുവിന്റെ മകളാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അവരെ വെറുക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഗോവിന്ദ് സാറിനും ഗീതുവിനും രഞ്ജുവിനെ ആരുടെ മകളാണെന്ന് പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾക്ക് അതിനെ സാധിക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇനി അനാർക്കലി എങ്ങാനും അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്നറിഞ്ഞാല് അജാസെ നീ ഓർത്തോ, നീ 2 കുഴി എനിക്ക് വേണ്ടി എടുത്തു വെച്ചേക്കണം എന്ന് പറയുന്നുണ്ട്. അത് ആർക്കാണ് ഈ 2 കുഴി എന്ന് നമുക്ക് നോക്കാട്ടോ. ആരൊക്കെയാണ് ഈ 2 പേര് അല്ലെ? ഏറ്റവും ഒടുവിലുണ്ടല്ലോ നമ്മുടെ ഗോവിന്ദ് ഗീതുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ രഞ്ജുവിന്റെ അസുഖത്തെ പറ്റി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെങ്കിൽ നിന്റെ ഉള്ളില് വെറും ബാധയൊന്നും അല്ല, ഏതോ ഒരു കാട്ടുവൈദ്യന്റെ ബാധയാണ് കയറിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതുവിനൊന്ന് കളിയാക്കുവാട്ടോ. അപ്പൊ ഗീതു ആണെങ്കിൽ ദേഷ്യം കയറിയിട്ട് വയറും തന്നെ നമ്മുടെ ഗോവിന്ദിന്റെ മേത്ത് ചാടി കയറി ഇട്ടിടിക്കാനൊക്കെ പോകുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാല്ലേ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.